Anand, all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ 1340 വെബിനാർ ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ നജീബ് അഹമ്മദ് ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇന്നത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നജീബ് അഹമ്മദ്, അദ്ദേഹം BHMS, FINEM, IFM എന്നീ ഒട്ടനവധി ഡിഗ്രി, അതുപോലെ MBA, അങ്ങനെ ഒട്ടനവധി ഡിഗ്രികൾ എടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം ഇന്ന് നമുക്ക് ഫങ്ഷണൽ മെഡിസിൻ ഹോമിയോപ്പതി മാനങ്ങൾ എന്നുള്ള വിഷയത്തിലാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. എന്തായാലും അങ്ങനെ ഇത്രയും ഡിഗ്രികളൊക്കെ ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് ക്ലാസ് എടുക്കാനായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഡോക്ടറെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. Thank you, Dr. Shaila. Thank you, Dr. Tanesh. Thank you so much. എന്നെ ഈ ഇങ്ങനെ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിലും അവസരം തന്നതിലും. ഇതിന്റെ ഇംഗ്ലീഷ് സെഷനിന്റെ തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്ന അവസാനത്തെ 10 മിനിറ്റാണ് എനിക്ക് ഇംഗ്ലീഷ് സെഷൻ കേൾക്കാൻ പറ്റിയത്. രണ്ട് വാക്കുകൾ ഞാൻ അവിടെ ശ്രദ്ധിച്ചു. ഒന്ന് ഡോക്ടർ ധനേഷ് ആണെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. ഒരുപാട് ബയോകെമിക്കൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ നമ്മുടെ ടിഷ്യൂ സോൾട്സ് വളരെ ഉപകാരപ്പെടുന്നു. ചില സലീഷ്യ, കൽക്കേരിയ ഫോസ്, കൽക്കേരിയ സൾഫ് പോലുള്ള മെഡിസിൻ ടിഷ്യൂ സോൾട്സ് എടുത്ത് വെച്ച് പറയുകയുണ്ടായി. അതുപോലെ ഡോക്ടർ ദീപ്തി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവര് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞൊരു കാര്യം, ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഈസ് വെരി ക്രിട്ടിക്കൽ ഇൻ മാനേജിങ് PCOD. ഈ രണ്ട് കാര്യങ്ങളുടെ തുടർച്ചയായിരിക്കും ചിലപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടതുണ്ട്. സോ ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ടു ഡു ദാറ്റ്. യെസ്, ഷെയർ ഡൺ. സോ ഇംഗ്ലീഷ് സെഷനിൽ നമ്മൾക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ 3-4 മാസം വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷവും എക്സൈറ്റ്മെന്റും തോന്നി. കാരണം ഒരുപാട് ആളുകൾ ക്ലാസ്സുകൾ എടുക്കാൻ കഴിവുള്ള ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയായി നമ്മുടെ ഹോമിയോപ്പതിക് കമ്മ്യൂണിറ്റി വളർന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സോ ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ. എന്റെ പകുതി ബന്ധ ഇംഗ്ലീഷും പകുതി ബന്ധ മലയാളവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അവിയൽ കോലത്തിലായിരിക്കും ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഈ ഒരു പരിമിതി എനിക്ക് അങ്ങനെ ഉണ്ട്. കാരണം മലയാളത്തിൽ മുഴുവൻ സ്ലൈഡ്സും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഐ ഹോപ്പ് ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. വളരെ ഭംഗിയായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. സോ ലെറ്റ് us ടോക്ക്. നമ്മുടെ സബ്ജക്ട് ഫങ്ഷണൽ മെഡിസിൻ, ഹോമിയോപ്പതിയുടെ മാനങ്ങൾ എന്നുള്ളതാണ്. സ്ലൈഡ് മാറുന്നില്ല. യെസ്, ഈ ഒരു പ്രസന്റേഷന്റെ ഉദ്ദേശങ്ങൾ നമ്മുടെ പുതിയ കാലത്ത്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വൈദ്യശാസ്ത്ര മേഖലയിലുണ്ടായ പുത്തൻ പ്രവണതകളും നവജാഗരണങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നമ്മുടെ ഒരു ഭാഗം. ഇതില് നമ്മുടെ ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ വലിയൊരു ശതമാനം ആളുകൾ കുറേയൊക്കെ അറിയുന്നുണ്ടാവും, എങ്കിലും അറിയാത്ത ആളുകളും കാണും. ഇത് ചിലപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവാം. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കുറെ പ്രവണതകളും മാറ്റങ്ങളും ചലനങ്ങളും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഹോമിയോപ്പതിയുടെ ആളുകൾ എവിടെ നിൽക്കണം, എങ്ങനെ ഇതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏരിയ. രണ്ടാമത്തത് ഹോമിയോപ്പതിയും ഫങ്ഷണൽ മെഡിസിനും തമ്മിലുള്ള ബന്ധുത്വം എങ്ങനെയാണ്, ബന്ധുവാണോ ശത്രുവാണോ എന്നുള്ള ഒരു അന്വേഷണം. മൂന്നാമത്തേത് നമ്മുടെ ഹോമിയോപ്പതിയുടെ ഫങ്ഷണൽ മെഡിസിൻ പോലുള്ള പുതിയ ശാസ്ത്രത്തിൽ ഹോമിയോപ്പതിയുടെ ഒരു പൊക്കിൾക്കൊടി ബന്ധം എന്താണെന്നുള്ള ഒരു അന്വേഷണം കൂടി നമുക്ക് ആവാം. നാലാമത്തത് സ്കോപ്പ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇന്നത്തെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റില്ല. സോ വി വിൽ ഡു ദാറ്റ് ഫോർ എ സെപ്പറേറ്റ് സെഷൻ ആൻഡ് ലെറ്റ് us go. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മരണങ്ങളുടെ കഥകളും രോഗങ്ങളുടെ കഥകളും വല്ലാതെ പേടിപ്പിടിക്കുന്ന. അത് നമ്മുടെ രോഗികളായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബക്കാരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ അടുത്ത ബന്ധുക്കളും നമ്മുടെ വീട്ടുകാരൊക്കെ
ഇത്തരം തീരാവ്യാധികളുടെ പിടിയിലാകപ്പെട്ട് അകാല മരണം സംഭവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്നത് പോലെ മരണത്തിന്റെ 4 പ്രധാന കൊലയാളികൾ കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഇൻസിഡൻസിന്റെ പ്രിവലൻസിന്റെ വർധനവിന്റെ ഒരു കണക്കാണ്. 27% വർധനവ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ക്യാൻസറിലുണ്ടായി, 13% ഡയബറ്റീസിലുണ്ടായി, 25% റെസ്പിറേറ്ററി ഡിസീസസിലുണ്ടായി, 28% ഒബീസിറ്റി റിലേറ്റഡ് മെറ്റബോളിക് ഡിസീസസിൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വലിയ വർധനവ് ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു. മറുഭാഗത്ത് ഒരുപാട് സാങ്കേതികത്വവും സാങ്കേതിക വിദ്യയും അതുപോലെ മറ്റു വലിയ മാറ്റങ്ങളും വൈദ്യശാസ്ത്ര മേഖല ഉണ്ടാകുന്നു. ഡിസ്പൈറ്റ് ഓൾ ദീസ്, ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ വൈദ്യശാസ്ത്ര മേഖല മൊത്തത്തിൽ നമ്മളടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് അലോപ്പതി അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങിയ ഒരു മേഖലയാണ് പ്രത്യേകിച്ചും ക്രോണിക് ഡിസീസസ്, മെറ്റബോളിക് ഡിസീസസ്, അല്ലെങ്കിൽ ഡിസീസ് ഓഫ് സിവിലൈസേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ ക്രോണിക് രോഗങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിക് രോഗങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നോക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ, അതിന്റെ നിലപാട് തറ എവിടെയാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു ചിത്രം എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കാൻ ഞാൻ നിങ്ങളെ ഒരു ഗുഹയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ഗുഹയുടെ കഥയിൽ നമുക്ക് തുടങ്ങാം. ഈ ഗുഹയിൽ നിങ്ങൾ ഈ കാണുന്ന ചിത്രം, ഇതില് 2-3 തടവുകാരെ നിങ്ങൾക്ക് കാണാം. അവർ ബന്ധിതരാണ്. അവര് ഒരു ചുമരിലേക്ക് നോക്കുന്നു, ഒരു മതിലിൽ ചാരിയിരിക്കുന്നു. അവർ ബന്ധിതരാണ്. അവരുടെ പിറകിൽ, മതിലിന്റെ പിറകിൽ നിങ്ങൾക്ക് 3-4 പിണയാളുകളെ കാണും, പണിക്കാരെ, വർക്കേഴ്സ്, ഗുഹയിലെ വർക്കേഴ്സ് ആണ്, വർക്കേഴ്സ് ഓഫ് ദ കേവ്. അതുപോലെ ഇവര് പ്രിസണേഴ്സ് ഓഫ് ദ കേവ് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ പ്രിസണേഴ്സ് ആണ്. ഇത് രണ്ടിനും അപ്പുറത്ത് ഈ ഗുഹയെ നിയന്ത്രിക്കുന്ന ഒരു അധീശ ശക്തിയുണ്ട്. അവരെ നമ്മൾക്ക് മാസ്റ്റേഴ്സ് ഓഫ് ദ കേവ് എന്ന് വിളിക്കാം. ഇവിടെ ഈ കേവിലുള്ള ആളുകളുടെ, ഈ കേവ് നിവാസികളുടെ അല്ലെങ്കിൽ ഗുഹാനിവാസികളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ ഗുഹയിൽ കാണുന്ന ആ മായക്കാഴ്ചകളാണ്, ചുമരിൽ കാണുന്ന ആ നിഴലുകളാണ്. ആ നിഴലുകൾ ഉണ്ടാവുന്നത് ഏറ്റവും പിറകിൽ കത്തിച്ചു വെച്ച ആ തീക്കുണ്ഠം അല്ലെങ്കിൽ അഗ്നി. വർക്കേഴ്സ് അല്ലെങ്കിൽ പിണയാളുകൾ രാവിലെ വന്ന് അത് കത്തിക്കുന്നു. അത് കത്തിക്കുമ്പോൾ ഗുഹക്കകത്ത് പകലാകുന്നു. വൈകിട്ട് കെടുത്തുമ്പോൾ അത് രാത്രിയാകുന്നു. രാത്രിയും പകലും ഇങ്ങനെയാണ് ഈ ഗുഹാനിവാസികൾക്ക് നിർമ്മിക്കപ്പെടുന്നത്. ആ ഗുഹാനിവാസികളുടെ ഏറ്റവും വലിയ സന്തോഷവും ജീവിതത്തിന്റെ ഏറ്റവും വലിയ സത്യവും ഏറ്റവും വലിയ അഭിലാഷവും ഈ ചുമരിൽ കാണുന്ന മായക്കാഴ്ചകളാണ്. അവർ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നത് ഈ കാഴ്ചകളുടെ വൈവിധ്യങ്ങൾ കാണാനാണ്. പിണയാളുകൾ, വർക്കേഴ്സ്, പലതരം കോലങ്ങൾ, പലതരം രൂപങ്ങൾ, പലതരം ആർട്ടിഫാക്ട്സ് പലതും ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കയ്യിൽ വെച്ചിട്ട് പലതരം ബൊമ്മകൾ കയ്യിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും മൂവുകയും ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന മായക്കാഴ്ചകളാണ് ഇവരുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ ഈ തടവ് പുള്ളികൾക്ക് അല്ലെങ്കിൽ പ്രിസണേഴ്സിന് അറിയില്ല അവർ ഇരുട്ടിലാണ്, അവർ തടവിലാണ്. എപ്പോഴാണ് ആ തടവിൽ അവർ എത്തിയത്? അവർ ജനിച്ചു വളർന്ന തന്നെ ഈ തടവറയിലാണ്. എപ്പോഴാണ് അവിടെ എത്തിയത്? അവർ ചങ്ങലയിലാണെന്ന് അവർക്കറിയില്ല. ഇത് ചങ്ങലയാണെന്ന് അറിയില്ല. ഈ കാണുന്നത് മായക്കാഴ്ചകളാണെന്ന് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സത്യമാണ് ഈ ഇരുട്ടും ഈ ചങ്ങലയും ഈ മായക്കാഴ്ചകളൊക്കെ വലിയ സത്യങ്ങളാണ്. ഇനി നമ്മൾക്ക് കഥയുടെ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതിലൊരാൾ ആരും അതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യം ചിന്തിച്ചു അല്ലെങ്കിൽ ചെയ്തു. അയാൾ തന്റെ കൈ ആ ചങ്ങലയിൽ നിന്ന് വേർപ്പെടുത്തി. അയാൾ വലിച്ചു നോക്കി. അയാൾ അതിന്റെ കാലുകൾ ചങ്ങലയിൽ നിന്ന് വേർപ്പെടുത്തി നോക്കി. അത്ഭുതം, ചങ്ങലയും കാലും വേർപെട്ടു. അന്ന് അയാൾ മനസ്സിലാക്കി, ഈ ചങ്ങല എന്റെ കൈയിന്റെ ഭാഗമായിരുന്നില്ല, ഈ ചങ്ങല എന്റെ കാലിന്റെ ഭാഗമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചങ്ങലയുടെ ഭാഗമായിരുന്നില്ല എന്ന വലിയൊരു തിരിച്ചറിവ്. അതുവരെ അയാൾ വിചാരിച്ചിരുന്നത് ഈ ചങ്ങലയും അയാളുടെ ഭാഗമാണ്, ഈ ചുവരും ഈ ഇരുട്ടും ഈ ചിത്രങ്ങളും എല്ലാം എന്റെ ഉണ്മയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന അയാൾക്ക് പുതിയ തിരിച്ചറിവുണ്ടായി. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ തോന്നി. അദ്ദേഹത്തിന് മുമ്പോട്ട് നടക്കാൻ തോന്നി. മുമ്പോട്ട് നടന്നപ്പോൾ അദ്ദേഹം മതിലും ആ പിണയാളുകളും വർക്കേഴ്സ് ഓഫ് ദ കേവ് അവര് നടന്നു നീങ്ങുന്നതും അവർ ഈ മായക്കാഴ്ചകൾ കാണിക്കുന്നതിന്റെ മെക്കാനിസവും അദ്ദേഹം കണ്ടു. മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹം അഗ്നികുണ്ഡം കണ്ടു. വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ അദ്ദേഹം ഗുഹാ കവാടം കണ്ടു. ഗുഹയുടെ വെളിയിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കണ്ണു തുറക്കാൻ പറ്റിയില്ല. വല്ലാത്ത പ്രകാശത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അദ്ദേഹം കണ്ണടച്ച്
പിന്നീട് അല്പാൽപം വെളിയിലുള്ള ആ വെളിച്ചത്തെ അല്പാൽപം കണ്ണിന്റെ ഉള്ളിലേക്ക് അദ്ദേഹം കടത്തിവിട്ടു. അങ്ങനെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് വെളിച്ചത്തിന്റെ മഹാപ്രളയം. അവിടെ പലതരം വർണ്ണങ്ങൾ, പലതരം കാഴ്ചകൾ, മൃഗങ്ങൾ, പക്ഷിമൃഗങ്ങള്, ഇലകൾ, പൂക്കൾ, പൂമ്പാറ്റകള്, അതുപോലെ നീല ആകാശം, നീലക്കടലുകൾ, ഇങ്ങനെ കാഴ്ചയുടെ വൈവിധ്യങ്ങളും അതിന്റെ ധാരാളിത്യവും. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇതുവരെ കണ്ടതൊന്നുമല്ല യഥാർത്ഥ കാഴ്ച, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ ലോകം, ഇത് തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് ഉണ്മ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ മനസ്സിലാക്കലിന്റെ തിരിച്ചറിവിന്റെ വലിയ എക്സൈറ്റ്മെന്റിൽ, വലിയ ആഹ്ലാദത്തിൽ അദ്ദേഹം ഗുഹയിലേക്ക് തിരിച്ചോടി. തന്റെ സഹജീവികളെ, തന്റെ കൂടെ ജീവിച്ച ആളുകളെ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കാൻ, തന്റെ കൂടെ ജീവിച്ച ആളുകളെ, തന്റെ കൂടെ കഴിഞ്ഞ ആളുകളെ ആ ഷാക്കിൾസിൽ നിന്ന്, അല്ലെങ്കിൽ ആ വിലങ്ങുകളിൽ നിന്ന് രക്ഷിക്കാൻ, ആ മായക്കാഴ്ചകളിൽ നിന്ന് രക്ഷിക്കാനുള്ള വലിയ ഉത്സാഹത്തോടെ അദ്ദേഹം ഗുഹക്കകത്തേക്ക് വന്നെങ്കിലും അദ്ദേഹത്തിന് അത്ഭുതകരമെന്നോണം വലിയ തിരിച്ചടിയാണ് തന്റെ കൂട്ടുകാരിൽ നിന്നുണ്ടായത്. അവരദ്ദേഹത്തെ ഒട്ടുമേ വിശ്വസിച്ചില്ല. നുണയനെന്നും കള്ളനെന്നും വിളിച്ചു, ചതിയനെന്നും വിളിച്ചു. അദ്ദേഹം വീണ്ടും തന്റെ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ, താൻ കണ്ട യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ വീണ്ടും ശ്രമിച്ചു നോക്കി, വീണ്ടും അവരോട് പറഞ്ഞു നോക്കി. പക്ഷേ ഒരു ഘട്ടത്തിൽ അതിലൊരാൾ ഒരു പാറയെടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു. അദ്ദേഹം രക്ഷപ്പെട്ട് ഗുഹയ്ക്ക് വെളിയിൽ പോവുകയും പുതിയ ലോകത്ത് അദ്ദേഹം പുതിയ അന്വേഷണങ്ങളിലേക്ക് വ്യാപൃതരാവുകയും ചെയ്തു. ഈ കഥയിൽ നമുക്ക് 3-4 പാഠങ്ങൾ പഠിക്കാം. നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള അന്വേഷണത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തെ വൈദ്യശാസ്ത്ര മേഖലയെ കുറിച്ചുള്ള അന്വേഷണത്തെ കുറിച്ച് ഉള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞത്. ഈ ഗുഹയിൽ ആരൊക്കെ ആണ്, അവരൊക്കെ ഹാപ്പിയാണ്. അവര് ആ ക്രിയേറ്റഡ് ഡാർക്ക്നെസ്സിൽ, അവിടെയുള്ള ഇരുട്ടിൽ, അവിടെയുള്ള ചെങ്ങലകളിൽ, അവിടെയുള്ള എല്ലാ പരിമിതികളിലും അവർ എൻജോയ് ചെയ്യുന്നവരാണ്. അവരാരും ഒരിക്കലും കാലോ കയ്യോ വലിച്ചു നോക്കിയിട്ടില്ല. കാരണം ചെങ്ങല അവരുടെ ഭാഗമായിരുന്നു. ആരെങ്കിലും ചെങ്ങല വലിച്ചിട്ടായിരുന്നെങ്കിൽ അവർ സ്വതന്ത്രരാകുമായിരുന്നു, അവർ പുറത്തെത്തുമായിരുന്നു. അവർ എഴുന്നേറ്റ് നിൽക്കാൻ അവർ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ, മുന്നോട്ട് നടക്കാൻ അവർ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ, അവർ വെളിച്ചത്തിലേക്ക് നടക്കാൻ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുതിയ ലോകത്തേക്ക്, യഥാർത്ഥ ലോകത്തേക്ക് അവർക്ക് ചെല്ലാൻ സാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് 2300 വർഷം മുമ്പ് മഹാനായ പ്ലാറ്റോ അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കിൽ എഴുതിയ കേവ് എലിഗറി, ഗുഹയുടെ ഒരു താരതമ്യം എന്ന ഒരു കഥയിൽ നമ്മൾക്ക് അദ്ദേഹം വരച്ച് കാണിച്ചു തരുന്ന, ഇതിന് സമാനമായ പുതിയ കഥകളും സിനിമകളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പുതിയ 2300 വർഷങ്ങൾക്ക് പ്ലാറ്റോ പറഞ്ഞ ഗുഹയ്ക്ക് സമാനമായ ഗുഹക്കകത്ത് നിന്നാണ് നമ്മളൊക്കെ ഈ ആധുനിക മനുഷ്യരും ഇന്ന് ജീവിക്കുന്നത്. നമ്മളും കാണുന്നത് മായക്കാഴ്ചകളാണ്. നമ്മളും പലതരം ചങ്ങലകൾ ബന്ധിതരാണ്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കാനും മുന്നോട്ട് നടക്കാനും തയ്യാറാവാത്ത കാലം നമ്മളും പലതരം അബദ്ധവിശ്വാസങ്ങൾ തടവുകാരാണ്. നമ്മൾക്കറിയാം, പുതിയ മാസ്റ്റേഴ്സ്, നേരത്തെ കഥയിൽ 3 കാറ്റഗറി ഉണ്ടായിരുന്നു: മാസ്റ്റേഴ്സ് ഓഫ് ദ കേവ്, വർക്കേഴ്സ് ഓഫ് ദ കേവ് ആൻഡ് സ്ലേവ്സ് ഓഫ് ദ കേവ്. നമ്മളും ഈ 3 കാറ്റഗറിയും ഇന്നത്തെ സംഗത ലോകത്ത്, ഇന്നത്തെ ആധുനിക ലോകത്ത് ഈ 3 കാറ്റഗറിയും ഉണ്ട്. ഈ ചിത്രത്തിൽ കാണിക്കുന്ന ആളുകൾ, ആന്റോണി ഫ്യൂച്ചി, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, CDCയുടെ ഡയറക്ടറായിരുന്നു 40 വർഷത്തോളം. CDCയുടെ കസേരയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. രണ്ടാമത്തത് തെദ്രോസ് എന്ന എത്യോപ്യൻ WHO മേധാവി. മൂന്നാമത്തെ നിങ്ങൾ ചിത്രത്തിൽ കാണാം, കോവിഡ് വാക്സിന്റെ ഏറ്റവും വലിയ പ്രയോജകനും പ്രയോക്താവുമായിരുന്ന കോവിഡ് തിയറിയുടെ, കോവിഡ് നറേറ്റീവ്സിന്റെ വലിയ പ്രചാരകനായിരുന്ന സാക്ഷാൽ ബിൽ ഗേറ്റ്സ്. ഇവരൊക്കെ പുതിയ മാസ്റ്റേഴ്സ് ഓഫ് ദ കേവ് ആണ്. നമ്മൾ ഈ കേവ് തിയറിയുടെ പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഏറ്റവും പുതിയത് നമ്മൾ കോവിഷീൽഡ് വാക്സിന്റെ കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. എത്രത്തോളം വലിയ അന്ധകാരത്തിലാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന്റെ വലിയ സത്യമാണ്, വലിയ കഥയാണ് ഈ കേവ് അല്ലെങ്കിൽ ഗുഹാനിവാസികളുടെ കഥ നമ്മോട് പറയുന്നത്. നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. നമ്മൾ COVID-19 ചില മാനങ്ങൾ നോക്കും, നമുക്ക് മനസ്സിലാവും അത് പുതിയ ഒരു സാധനമാണ്, അത് വലിയ ടെററാണ്, വലിയ ഭീകരതയാണ്,
വലിയ രോഗമാണ് എന്നുള്ള ഒരു നെറേറ്റീവാണ് ഒന്നാമത്തത്. ഈ രോഗത്തിന് ചികിത്സയില്ല. അലോപ്പതിയിൽ ചികിത്സയില്ലാത്തത് കൊണ്ട് മറ്റൊരു പൊതിയിലും ചികിത്സ ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതിനെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാനോ ഇതിനെക്കുറിച്ച് മിണ്ടാനോ നിങ്ങൾ ആർക്കും അവകാശമില്ല. നിങ്ങൾ ഗാലറിയിൽ നിന്ന് കളി കാണാൻ, നിങ്ങൾ കേവിലുള്ള സ്ലേവ്സ് ആണ്. നിങ്ങൾ ആ ചുമരിൽ കാണുന്ന ചിത്രങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട. അതുപോലെ വാക്സിൻ വരുന്നത് വരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ, സന്തോഷത്തോടെ മരിക്കാൻ, കാരണം നിങ്ങൾ മരിക്കുന്നത് വാക്സിൻ വരുന്നവരെ നിങ്ങൾ ഹോമിയോപ്പതി പോലുള്ള ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലൂടെ പോയിട്ട് ശാസ്ത്രത്തിന്റെ സ്യൂഡോ സയൻസിന്റെ പിറകിൽ പോയിട്ട് നിങ്ങൾ മരുന്ന് കഴിച്ച് രക്ഷപ്പെടുന്നതിനേക്കാളും വലിയ ധീരതയാണ് നിങ്ങൾ മരുന്ന് കഴിക്കാതെ മരിക്കുന്നത് എന്ന ഒരു നരേറ്റീവ് നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ്. നിങ്ങളെല്ലാം ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. ഹോമിയോപ്പതി കഴിച്ചിട്ട് രക്ഷപ്പെടുന്ന സാധ്യത ഉണ്ടായിട്ടും അത് അടച്ചു വെക്കുന്ന ഒരു ഗുഹയുടെ കഥ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി, നമ്മൾ വൈറോളജി പഠിച്ചതാണ്, ഇമ്മ്യൂണോളജി പഠിച്ചതാണ്. നമുക്ക് ഹോസ്റ്റ് ഡിഫൻസിനെ കുറിച്ചുള്ള കഥകൾ, ശാസ്ത്രം നമ്മൾക്കറിയാം. പക്ഷെ ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചവരും മനസ്സിലാക്കിയവരും അതിനെയൊക്കെ മൂടി വെക്കുന്ന ഒരു കഥയോ ഒരു കാലം ഉണ്ടായിരുന്നു. ഹോസ്റ്റ് ഡിഫൻസ് കെട്ടുകഥയാണ് അത്. എന്താണ്, നമ്മള് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുറത്തു നിന്നുള്ള വെളിച്ചത്തെ കുറിച്ചുള്ള കഥ പറയുമ്പോൾ നീ നുണയനാണ്, നീ കള്ളനാണ് എന്ന് പറയുന്നത് പോലെ ഹോസ്റ്റ് ഡിഫൻസിനെ കുറിച്ചുള്ള ആളുകൾ പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇത് അതിനൊക്കെ അപ്പുറത്തുള്ള സാധനമാണ്. അതുപോലെ ഏജന്റ് ഫാക്ടറിനെ കുറിച്ച്, വൈറസിന്റെ വിറലൻസിനെ കുറിച്ച്, ഹോസ്റ്റ് ഫാക്ടറിനെ കുറിച്ച്, ഹെൽത്ത് കെയറിനെ കുറിച്ച്, മനുഷ്യന്റെ സ്ട്രെസ്സിനെ കുറിച്ച്. കോവിഡ് കാലത്ത് അതിഭീകരമായ ടെററൈസേഷനും സ്ട്രെസ്സും മാത്രം ഉണ്ടാക്കിയിട്ട് ഒരുപാട് മനുഷ്യരെ ഭീകരമായ രോഗത്തിലേക്കും മരണത്തിലേക്കും തള്ളിവിട്ടു എന്നുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രം അക്കാലത്ത് ചെയ്ത ഏറ്റവും വലിയ പാതകം. ആ നരേറ്റീവ്, ഈ പറയുന്ന ഗുഹയുടെ കഥയുടെ നരേറ്റീവിലുള്ള ഏറ്റവും വലിയ സത്യം, ഇരുട്ട് സത്യമാണ്, മായക്കാഴ്ചകൾ സത്യമാണ്, അതുപോലെ വൈറസ് സത്യമാണ്, മരണം സത്യമാണ്, വാക്സിൻ സത്യമാണ്. ഇതാണ് അവരുടെ വലിയ സത്യങ്ങൾ. അത് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആധുനിക അന്ധവിശ്വാസങ്ങളുടെ ഇരകളാണ് ഇന്നും നമ്മളൊക്കെ എന്നുകൂടി മനസ്സിലാക്കി. ഞാനിത് ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ നന്മകളെ കുറിച്ചും കൂടി നമ്മൾ കാണാൻ പോവുകയാണ്. അത് വലിയ നന്മകളും വലിയ സാധ്യതകളും നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. ഇതേ വൈദ്യശാസ്ത്രത്തിന്റെ ആളുകൾ തന്നെ ഒരു ഭാഗത്ത് ഗുഹയുടെ വെളിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ആരൊക്കെയാണ് ഗുഹയുടെ വെളിയിലേക്ക് പോയിരിക്കുന്നത്? ബ്രൂസ് ലിപ്റ്റൺ സെൽ ബയോളജിസ്റ്റ് ആണ്, ന്യൂറോ ഫിസിയോളജിസ്റ്റ് ആണ്, അതിപ്രശസ്തനാണ്. സ്റ്റാൻഫോർഡിലും ഹാർവേർഡിലും അതുപോലെ മായോ ക്ലിനിക്കിലും ജോൺ ഹോപ്കിൻസിലൊക്കെയുള്ള അതിപ്രശസ്തരായ ലോകത്തെ 6 പ്രധാനപ്പെട്ട മെഡിക്കൽ സ്കൂളുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ, ശാസ്ത്രീയമായ തിരിച്ചറിവുകൾ ഈ പറയുന്ന ഗുഹയിൽ നിന്ന് മനുഷ്യരാശിയെ പുറത്തു എത്തിക്കാൻ കേൾപ്പുള്ള സാധനങ്ങളാണ്, അറിവുകളാണ്. ന്യൂട്രിജീനോമിക്സ്, മൈക്രോബയോം പ്രോജക്റ്റ് വന്നു, അതിനെക്കുറിച്ചുള്ള അറിവുകൾ വന്നു. അതുപോലെ ഗട്ട് ബാക്ടീരിയയെ കുറിച്ചുള്ള അറിവുകളും വന്നു. ജീനോമിക്സിനെ കുറിച്ചുള്ള അറിവുകൾ, ന്യൂട്രിജീനോമിക്സ്, അതുപോലെ എപ്പിജെനറ്റിക്സ് പോലുള്ള കാര്യങ്ങൾ, മെറ്റബോളോണോമിക്സ്, ഓമിക് സയൻസ് എന്നാണ് പൊതുവെ ഇതിനൊക്കെ പറയാറ്. ഈ അറിവുകളൊക്കെ ഹോമിയോപ്പതി പോലുള്ള നമ്മുടെ ശാസ്ത്രങ്ങളെ സാധുതയെ ശരിവെക്കുന്ന പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ അറിയുന്നു, അന്വേഷിക്കുന്നു എന്ന് എനിക്ക് തിട്ടമില്ല. പലരും പഠിക്കുന്നുണ്ടാവും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഈ കാണുന്ന കുറച്ച് ആളുകളെ കുറിച്ച് പറയുമ്പോൾ, ബ്രൂസ് ലിപ്റ്റനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ജെ ഭട്ടാചാര്യ, കോവിഡ് കാലത്ത് കണക്കുകളിലൂടെ, ശാസ്ത്രീയമായ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ഈ പറയുന്ന മെയിൻ സ്ട്രീം നരേറ്റീവ്സിന്റെ മുനയൊടിച്ച ഒരു വലിയൊരു ധിഷണശാലിയാണ് അദ്ദേഹം. സ്റ്റാൻഫോർഡ് പ്രൊഫസറാണ്. അതുപോലെ ഡോക്ടർ ജെ ലെപ്പാഡോ, അദ്ദേഹം ഫ്ലോറിഡയുടെ സ്റ്റേറ്റിന്റെ സർജൻ ജനറൽ ആണ്. സർജൻ ജനറൽ എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തിലെ ഏറ്റവും ഉന്നതനായ ഡോക്ടറാണ്. അവിടെ പോളിസി അടക്കം നിയന്ത്രിക്കുന്ന ആളാണ്. ഡോക്ടർ റാഷിദ് ഭട്ട, നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം. റാഷിദ് ഭട്ടാറിനെ കഴിഞ്ഞ വർഷമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പോയിസണിങ് ഉണ്ടായ കാര്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കൊല്ലപ്പെട്ടു എന്നാണ് ഇന്നും പലരും വിശ്വസിക്കുന്നത്. കോവിഡ് നരേറ്റീവിനെതിരെ ശക്തമായി സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ, ഈ പറയുന്ന 12ഓളം അതിപ്രഗൽഭ ആളുകൾ, 100 കണക്കിന് ശാസ്ത്രജ്ഞന്മാർ പല യൂണിവേഴ്സിറ്റീസിലും ഇത്തരം
ഗുഹയിൽ നിന്ന് മനുഷ്യരാശിയെ പുറത്തെത്തിക്കാനുള്ള വെളിച്ചത്തിന്റെ വാഹകരായി പ്രോമറ്റ്യൂസുമാരായി നമ്മുടെ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. 10,000-കണക്കിന് ഡോക്ടർമാർ യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും മുന്നണിയായിട്ട് കോവിഡ് നെഗറ്റീവിന് വെളിയിൽ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച കഥകൾ നമ്മൾക്കറിയാം. ഇനി ഈ ആളുകളുടെ ഒരു പൊതുവായ ഒരു 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 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഫങ്ഷണൽ മെഡിസിൻ അല്ലെങ്കിൽ പുതിയ നവജാഗരണം വൈദ്യശാസ്ത്ര മേഖലയിലെ പുതിയ ഒരു ലോകക്രമം നടക്കുകയാണ്. അവിടെ പലതരം ബഹളങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ബയോളജിക് മെഡിസിൻ, സെല്ലുലാർ മെഡിസിൻ മുതൽ ബയോ ഹാക്കിംഗ് വരെ. അതിനിടയിൽ സ്വാഭാവികമായും കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം. പൈൽസും ഭഗന്ധരവും മുതൽ അക്യൂപങ്ചർ വരെയുള്ള മുക്കിന് കൂണ് പോലെ മുളച്ചു വരുന്ന അക്യൂപങ്ചർ ഷോപ്പുകൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ദുരന്തമാണ്. ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ പലതരം പാഴ്വസ്തുക്കൾ അവിടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഈ കലക്കവെളിയിൽ മീൻ പിടിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണാം എന്താണ് നമ്മൾ ഈ ഇത്തരം ശാസ്ത്രത്തെ കുറിച്ചുള്ള അന്വേഷണം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഗൂഗിളിലേക്കും അതുപോലെ നമ്മുടെ മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോയി കാണാൻ ശ്രമിക്കും. നമുക്ക് അവിടെ പലതരം വാഗ്വാദങ്ങൾ കാണാം. ചിലർ എക്സർസൈസ് ആവശ്യമില്ല എന്ന് പറയും, ചിലർ തീവ്രമായ എക്സസൈസിന് വേണ്ടി വാദിക്കും, ചിലർ അതിശക്തമായ വേഗനിസം പറയുമ്പോൾ ചിലർ കാർണിവൽ ആഘോഷിക്കുന്നവരായിരിക്കും. അതുപോലെ ചിലര് ഹോൾസം ന്യൂട്രീഷൻ എന്ന ഒരു ബാലൻസ് ന്യൂട്രീഷനെ കുറിച്ച് പറയുമ്പോൾ മറ്റു പലരും സപ്ലിമെന്റ് എന്ന അതിവാദത്തിൽ സപ്ലിമെന്റേഷൻ അഡ്വക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പരിധി വിടുന്ന രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡോക്ടർ മനോജ് വൈറ്റമിൻ ഡിയെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കുന്നു. അപ്പം സപ്ലിമെന്റ് പോലുള്ള നല്ല കാര്യങ്ങൾ അതിന്റെ തീവ്രവാദങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരം ഗുണത്തെക്കാൾ ദോഷം ചെയ്യുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു മേഖലയാണിത്. അവിടെ അതിനൊക്കെ ഒരു പില്ല് കൊണ്ട് നേരിടാം എന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ ചുരുങ്ങി പോയിട്ടുണ്ട്. ഒരു റിഡക്ഷനിസ്റ്റ് കാഴ്ചപ്പാടുകൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് അത് മെയിൻ സ്ട്രീം ഡോക്ടർമാരാണെങ്കിലും ഓൾട്ടർനേറ്റീവ് ഡോക്ടർമാരാണെങ്കിലും ഈ റിഡക്ഷനിസ്റ്റ് കാഴ്ചപ്പാട് വലിയൊരു ശതമാനം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളിന്ന് കാണുന്നത് ഓർത്തഡോക്സ് മെഡിസിന്റെ മേധാവിത്യം അവരുടെ കാലിന്റെ ചോട്ടിലുള്ള മണ്ണ് കുത്തൊലിച്ചു പോകുന്ന ഒരു കാര്യം നമ്മൾ കാണാം. പ്രത്യേകിച്ച് ക്രോണിക് മെറ്റബോളിക് രോഗങ്ങളിൽ മുട്ടുവിറച്ച് കൃഷ്ണം ചൊറിഞ്ഞ് നിൽക്കക്കളിയില്ലാതെ നിൽക്കുന്ന ദയനീയമായ ഒരു കാഴ്ച നമുക്കൊരു ഭാഗത്ത് കാണാം. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഐ വുഡ് സേ ദാറ്റ് അവര് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ മെറ്റബോളിക് ഡിസോർഡേഴ്സിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു അജണ്ട പ്രോട്ടോകോൾ ഇല്ലാതെ പരിങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് നമ്മൾ നമ്മുടെ ട്രഡീഷണൽ കോംപ്ലിമെന്ററി മെഡിസിൻ ആയുർവേദവും ഹോമിയോപ്പതിയും യുനാനി നാച്ചുറോപ്പതി പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. രോഗം മാറുന്നുണ്ട്, രോഗം മാറുന്നില്ല, എന്താണെന്നൊരു തിട്ടവുമില്ല, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, കൃത്യമായ ഒരു മെട്രിക്സ് ഇല്ല, കൃത്യമായ കാഴ്ചപ്പാടുകളില്ല. ഞാനിത് നിങ്ങളെ നോക്കി നമ്മുടെ ഈ കേൾക്കുന്ന ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിയുടെ കണ്ണിൽ നോക്കി പറയുകയാണ്. നമ്മള് ഒരുപാട് 200 കൊല്ലം പഴക്കമുള്ള ഒരു ഫോസിലിഫൈഡ് സിസ്റ്റത്തിന് നമ്മൾ ഒരുപാട് നന്മയുള്ള ഒരു സിദ്ധാന്തം, ഒരു സയൻസ്, അതിനെ ഒരു തികച്ചും ഓർത്തഡോക്സിയുടെ ഒരു രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റും. നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നിങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് എന്നിലേക്ക് തന്നെ ഞാൻ ചൂണ്ടിക്കൊണ്ട്, ഞാൻ നിങ്ങളുടെ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ പുതിയ സാഹചര്യം സംവദിക്കാനുള്ള, പുതിയ ശാസ്ത്രത്തോട് സംവദിക്കാൻ, പുതിയ സമൂഹത്തോട് സംസാരിക്കാനുള്ള, അവർക്ക് ക്ലാരിറ്റി കൊടുക്കാനുള്ള, ഒരു കസ്റ്റമർ വരുമ്പോൾ, ഒരു ക്ലയന്റ് വരുമ്പോൾ അവർക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള, ക്ലാരിറ്റി കൊടുക്കാനുള്ള ഭാഷയും സംവദിക്കാനുള്ള വ്യാകരണവും ഇല്ലാതെ നമ്മൾ പരുങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. നമ്മൾക്കറിയില്ല ചികിത്സയുടെ പ്രോട്ടോകോൾ എന്താണ് ഈ മരുന്ന് കഴിച്ചാൽ സംഭവിക്കുക, ഇനി അടുത്ത എന്താണ്, 6 മാസം കൊണ്ട് സംഭവിക്കും, എന്തൊക്കെയാണ് ഗോൾ, ട്രീറ്റ്മെന്റ് ഗോൾ എന്താണ്, അതിന് കൃത്യമായ പ്രോട്ടോകോൾ ഇല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിലരൊക്കെ തീർച്ചയായിട്ടും ഈ പരിമിതികൾക്ക് അപ്പുറത്ത്
പോയി ചികിത്സിക്കുന്ന ഹോമിയോ ഡോക്ടർമാർ ഉണ്ട്, എനിക്കെന്നറിയാം. പലരും മെഡിക്കൽമാരാണ്, പലരും അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുണ്ട്, ഇനിയും ഒരുപാട് പോകാനുണ്ട്. പക്ഷെ വലിയ ശതമാനം ഹോമിയോപ്പതിയുടെ ആളുകളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറ്റ് എന്താണ് ട്രഡീഷണൽ കോംപ്ലിമെന്ററി സിസ്റ്റത്തിന്റെ ആളുകൾ ഈ വിഷയത്തിൽ വലിയ കോംപ്രമൈസ്ഡ് ഒരു നിലപാട് അല്ലെങ്കിൽ രീതിയാണുള്ളത്. ഇനി നമ്മൾ ഫങ്ഷണൽ മെഡിസിൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കയോസിൽ സമാന്തര വൈദ്യശാസ്ത്ര മേഖലയിലുള്ള പുതിയ നവജാഗരണത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഫങ്ഷണൽ മെഡിസിൻ ആണ്. അതായത് നമ്മുടെ ഹോമിയോപ്പതി പോലുള്ള വൈദ്യശാസ്ത്ര രീതികളുടെ എല്ലാ നന്മയും ഉൾക്കാഴ്ചകളും ഒരു ഭാഗത്ത്, ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയും വ്യാകരണവും മെത്തഡോളജിയും സമഗ്രമായി ഒന്നിച്ചു ചേർന്ന് എങ്ങനെ ഉണ്ടാവും? അതാണ് ഫങ്ഷണൽ മെഡിസിൻ. നമ്മൾ എത്തേണ്ട ഭാഗത്ത് അവർ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ശാസ്ത്രം ഉപയോഗിച്ചിട്ട്, നമ്മുടെ ഉൾക്കാഴ്ചകൾ ഉപയോഗിച്ചിട്ട്, നമ്മളുടെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഫങ്ഷണൽ മെഡിസിൻ ഇന്ന് വളരെ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ള ആളുകൾ തന്നെ ഒരുപാട് ഹോമിയോക്കാര് അതിന്റെ ആ മേഖലയിൽ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ഫങ്ഷണൽ മെഡിസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എവിഡൻസ് ബേസ്ഡ് ആണ്. സിസ്റ്റം ബയോളജി നമ്മൾ വളരെ പിറകിൽ നിൽക്കുന്ന ഒരു ഏരിയ ആണ് എവിഡൻസ് ബേസ്ഡ്. നമ്മൾക്ക് എവിഡൻസ് ബേസ്ഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. നമ്മൾ എംപിരിക്കലാണ്, നമ്മുടെ എല്ലാം എംപിരിക്കൽ സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഏരിയയിൽ പരുങ്ങലിലാണ്. രണ്ട് സിസ്റ്റം ബയോളജിയാണ് ഫങ്ഷണൽ മെഡിസിനിൽ പ്രധാനപ്പെട്ട അതിശക്തമായ, അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ശരീരം സ്പെയർ പാർട്സുകളുടെ ഒരു സമാഹാരമല്ല, മറിച്ച് ഓരോ അവയവങ്ങളും പരസ്പരം സംവദിക്കുന്നുണ്ട്, പരസ്പരം മിണ്ടുന്നുണ്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. തലയും തലച്ചോറും കിഡ്നിയോടും സ്പ്ലീനിനോടും ലിവറിനോടും സംസാരിക്കുന്നു എന്നുള്ളതാണ് സിസ്റ്റം ബയോളജിയുടെ കാഴ്ചപ്പാട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്ന പേഴ്സണലൈസ്ഡ് അപ്രോച്ചാണ്. പ്രത്യേകിച്ച് ജെനറ്റിക്സ്, ലൈഫ് സ്റ്റൈൽ. കുറച്ച് നേരത്തെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് പറയേണ്ട ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള പ്രാധാന്യം. ഫങ്ഷണൽ മെഡിസിൻ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹോമിയോപ്പതി കേസ് ക്ലിനിക്കുകളിൽ വളരെയേറെ പിന്തള്ളപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് എന്നുള്ളത്. ഒരു സത്യമാണ്. അത് റൂട്ട് കോസ് ഫോക്കസ് ആണ്. നമ്മളും റൂട്ട് കോസിനെ കുറിച്ച് പറയുന്നവരാണ്. നമ്മൾ ഒരു താരതമ്യത്തിലൂടെ ഇത് രണ്ടും നോക്കാം. ഫങ്ഷണൽ മെഡിസിൻ വളർന്നു വന്നിരിക്കുന്നത് ആധുനികമായ ചില ശാസ്ത്ര സങ്കേതങ്ങളുടെ ശക്തിയിലാണ്. ജീനോമിക്സ്, മൈക്രോബയോമിക്സ്, മെറ്റബോളോമിക്സ്, ന്യൂട്രിജീനോമിക്സ്, എപ്പിജെനറ്റിക്സ് ആൻഡ് എക്സ്പോസോമിക്സ്, ഇതുപോലുള്ള ചില പുതിയ ശാസ്ത്രീയമായ അറിവുകളുടെ ശക്തിയിലാണ് ഫങ്ഷണൽ മെഡിസിൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എവിഡൻസ് ബേസ്ഡ്. ഞാനിത് പറയുന്നത് ഹോമിയോപ്പതിയുടെ ആത്മാവും ആധുനിക ശാസ്ത്രത്തിന്റെ എഞ്ചിനും ഒന്നിച്ചു ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? അതാണ് ഫങ്ഷണൽ മെഡിസിൻ. നമ്മളിത് അറിഞ്ഞിരിക്കണം. നമ്മുടെ മുമ്പിൽ ഒരു ഫങ്ഷണൽ മെഡിസിൻ എടുക്കുന്ന ഒരു ക്ലയന്റ് വന്നാൽ നമ്മൾക്ക് ചില ധാരണകൾ ഉണ്ടായിരിക്കണം. ഇയാൾ എന്താണ് ചെയ്യുന്നത്, അയാൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവിടെ കിട്ടുന്നത്, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്വയം എന്ത് ചെയ്യേണ്ടിയിരിക്കും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഈ ഫിലോസഫിയെ മനസ്സിലാക്കിയേ തീരുള്ളൂ. നമ്മളൊരു താരതമ്യം നോക്കുമ്പോൾ കോർ ഫിലോസഫിയിൽ നമ്മളുടെ ഫിലോസഫി നമുക്കറിയാം, എവിഡൻസ് ബേസ്ഡ് ആണ് ഫങ്ഷണൽ മെഡിസിൻ. സിസ്റ്റം ബയോളജി ആദ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഡയഗ്നോസ്റ്റിക് അപ്രോച്ച്. നമ്മുടെ ഡയഗ്നോസ്റ്റിക് അപ്രോച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളത് നമ്മുടെ റെപ്പറൈസേഷൻ തന്നെയാണ്. വളരെ 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 യുണീക്കാണ്. ലോകത്ത് ഒരു സിസ്റ്റത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള റെപ്പറൈസേഷൻ നമുക്കുണ്ട്. മറുഭാഗത്ത് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ലാബ് ടെസ്റ്റ്. ഇപ്പൊ ഒരു ഡയബറ്റീസ് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമായിരിക്കും. അലോപ്പതിക്കാരും ഫാസ്റ്റിംഗ് ഷുഗറിനപ്പുറത്ത് HbA1c അപ്പുറത്തൊന്നും അവരും പോകാറില്ല. ഫങ്ഷണൽ മെഡിസിനിൽ എല്ലാ ആളുകളും ചെയ്യുന്ന മിനിമം ഒരു റിക്വയർമെന്റ് ആണ്, ഒരു ടെസ്റ്റ് ആണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് റൂട്ട് കോസ്, ബേസിക് ഈവിൾ. അത് മനസ്സിലാക്കുകയും അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷണൽ മെഡിസിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഞാൻ സമയപരിധി ഉള്ളത് കൊണ്ട് അല്പം വേഗത്തിൽ പാഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഡോക്ടറെ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വെക്കാം. തീർച്ചയായും. വണ്ടർഫുൾ. ഓക്കെ. ക്ഷമയോടെ ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒന്നും കൂടി ഇരുത്തി പറയാം. ഇനി അങ്ങോട്ടുള്ള സ്ലൈഡ്സിൽ 2-3 സ്ലൈഡ്സ് നമുക്കൊന്ന് വിശദീകരിക്കാം. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഹോമിയോപ്പതിയുടെ ആത്മാവും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സാങ്കേതികത്വവും ടെക്നോളജിയും ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസും അതുപോലെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതുപോലെ ഡയഗ്നോസ്റ്റിക് അപ്രോച്ചിൽ വേറൊരു കാര്യമാണ് കോംപ്രഹെൻസീവ് ഹെൽത്ത് അസസ്മെന്റ്.
ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓരോ വ്യക്തിയുടെയും ഹെൽത്ത് അസസ്മെന്റ് ബയോ കമ്പോസിഷൻ, അതായത് ഒരാളുടെ ശരീരത്തിൽ എത്ര മസിൽ മാസ് ഉണ്ട്, എത്ര ലീൻ മസിൽ മാസ് ഉണ്ട്, എത്ര വാട്ടർ കണ്ടന്റ് ഉണ്ട്, എത്ര ബോൺ മാസ് ഉണ്ട്, എത്ര പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. ഇത് കൃത്യമായ അളവുകൾ മെട്രിക്സ് വെച്ച് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ സെറ്റ് ചെയ്യുകയും ട്രീറ്റ്മെന്റിന് മുന്നോട്ട് പോക്കിൽ ഇതിനെ ആരോഗ്യത്തിന്റെ വളരെ കൃത്യമായ അളവുകോലുകളാണിത്. നമ്മൾ ഏറ്റവും വലിയ അളവിൽ അവഗണിച്ച ഒരു കാര്യമാണ് മെട്രിക്സ് ഹോമിയോപ്പതിയിൽ. നമ്മൾ ഒരുപാട് നന്മകളും വലിയ കാര്യങ്ങളും ചെയ്യുകയും വലിയ അസുഖങ്ങൾ മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അളവുകോലില്ല എന്നുള്ളത് ആധുനിക ലോകത്ത് ഒരു വലിയ മുടന്ത് തന്നെയാണെന്ന് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. ബയോ കമ്പോസിഷൻ അനാലിസിസ് ആണ് ഫങ്ഷൻ മെഡിസിൻ ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ ലൈഫ് സ്റ്റൈൽ അസസ്മെന്റ്, വളരെ കൃത്യമായ വിശദമായ നിരങ്കുശമായ ലൈഫ് സ്റ്റൈൽ അസസ്മെന്റ് ഫങ്ഷൻ മെഡിസിൻ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് സ്ലീപ്പ്, ഉറക്കത്തിന്റെ ഫിസിയോളജി നമ്മൾ ചിലപ്പം ഒഴുകി പഠിച്ചു പോയിട്ടുണ്ടാവും, എങ്കിലും കൃത്യമായ ഉറക്കത്തിന്റെ ഫിസിയോളജി പഠിക്കാതെ നമ്മൾ ക്ലിനിക്കിൽ ഇരുന്നിട്ട് ആളുകൾ ചികിത്സിക്കരുത്. നമ്മൾ ഉറക്കം മനസ്സിലാക്കിയിരിക്കണം, അതിനെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരിക്കണം. സ്ലീപ്പില് ഫങ്ഷൻ മെഡിസിനിൽ ഒരു ക്രോണോടൈപ്പ് മനസ്സിലാക്കാൻ നോക്കും, രോഗിയുടെ ഉറക്കത്തിന്റെ ശൈലി മനസ്സിലാക്കാൻ നോക്കും. അവിടെ നമ്മൾ അടുത്ത ഭാഗമാണ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ്. എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റുകൾ ഫങ്ഷൻ മെഡിസിനിൽ? നമ്മളുടെ രീതികൾ നമ്മൾക്കറിയാം. നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് ടു ഒപ്റ്റിമൈസ് വൈറ്റൽ ഫോഴ്സിന്റെ ഒപ്റ്റിമൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ വൈറ്റൽ എനർജിയുടെ, അതുപോലെ മയാസം കറക്ഷൻ ആണ് നമ്മുടെ മറ്റൊരു ഭാഗം. അതുപോലെ രോഗിയുടെ സിംറ്റമാറ്റിക് കറക്ഷനും ഡിസീസ് റിവേഴ്സലും നമ്മൾ ഗോളായിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഫങ്ഷണൽ മെഡിസിനിലേക്ക് എത്തുമ്പോൾ ഡയറ്റ്, സ്ട്രെസ്, സ്ലീപ്പ്, വർക്കൗട്ട് മാനേജ്മെന്റ്, അതുപോലെ സപ്ലിമെന്റേഷൻ വിത്ത് ഹെർബൽ ആൻഡ് ബൊട്ടാനിക്കൽ മെഡിസിൻസ്. അതുപോലെ ഒരുപാട് ഫങ്ഷണൽ ഡോക്ടർമാർ ഹോമിയോപ്പതിക് മെഡിസിനിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ 2 മരുന്ന് ആണ് ഫങ്ഷണൽ മെഡിസിൻ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നത് ഒന്നിക്കൽ അക്യുപങ്ക്ചർ ഉള്ള, അല്ലെങ്കിൽ ചൈനീസ് മെഡിസിൻ, അല്ലെങ്കിൽ ഹോമിയോപ്പതി. ഹോമിയോപ്പതിയുടെ മരുന്നുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്യുന്ന അതാണ് വലിയൊരു ശതമാനം ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർമാർ. പ്രത്യേകിച്ച് US ഡോക്ടർമാർ പലരും നാച്ചുറോപ്പതിയിൽ ഒരു പേപ്പർ ഹോമിയോപ്പതിയാണ് അവിടുത്തെ കരിക്കുലത്തിൽ. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയെ കുറിച്ച് സാമാന്യം ധാരണയുള്ളവരാണ്. അതിനപ്പുറത്ത് പലപ്പോഴും ഹോമിയോ ഡോക്ടർമാരിലേക്ക് രോഗികളെ അയക്കുന്നവരാണ് വലിയൊരു ശതമാനം ഹീറോപ്പതി, നാച്ചുറോപ്പതി ഡോക്ടർമാർ, പ്രത്യേകിച്ച് US ഇന്ത്യയിലും അത് തന്നെയാണ്. ഇന്ത്യയിലും എൻ്റെ മെന്റർ മുതൽ ഞാൻ അറിയുന്ന ഒരുപാട് അലോപ്പതി ഡോക്ടർമാര് ഹോമിയോപ്പതിയെ എംബ്രേസ് ചെയ്യുന്ന, ഹോമിയോപ്പതിയെ വലിയ രീതിയിൽ മതിക്കുന്ന ആളുകളാണ്. അടുത്ത ഒരു മേഖലയിലേക്ക് എവിഡൻസ് ബേസ്ഡ്, നമ്മളുടെ സയൻസ് എംപിരിക്കൽ അല്ലെങ്കിൽ അനക്ഡോട്ടൽ എവിഡൻസിലാണ് ഊന്നി നിൽക്കുന്നത്. അതിന് ആധുനിക ലോകത്ത് വലിയ പരിമിതികൾ. മറുഭാഗത്ത് ഇത് പച്ചയായി മനസ്സിലാക്കണം, ഇത് ഉൾക്കൊള്ളണം, ഇത് നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങണം. അതേസമയത്ത് ഫങ്ഷണൽ മെഡിസിനിൽ കൃത്യമായ ലാബ് ടെസ്റ്റുകൾ, ട്രീറ്റ്മെന്റിന്റെ ഓരോ ഘട്ടത്തിലും ലാബ് ടെസ്റ്റുകൾ, പേഴ്സണൽ അസസ്മെന്റ്, ബയോമെട്രിക് അസസ്മെന്റുകൾ, ബോഡി കമ്പോസിഷൻ അസസ്മെന്റുകൾ വളരെ കൃത്യമാണ് പ്രോട്ടോകോൾ. അടുത്തത് ഹോർമസിസ് പാത്വേ, ഇതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഹോർമസിസ് എന്താണ്? ഹോമിയോപ്പതി എങ്ങനെയാണ് ഹോർമസിസ് എന്ന സംഭവത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്? നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഈ ഹോർമസിസ് എന്നതിൽ എവിടെയാണ് ഹോമിയോപ്പതി നിൽക്കുന്നത്, എങ്ങനെയാണ് ഫങ്ഷണൽ മെഡിസിനിൽ ഫിസിക്കൽ കെമിക്കൽ സ്ട്രെസ്സേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഫിസിക്കൽ സ്ട്രെസ്സേഴ്സും കെമിക്കൽ സ്ട്രെസ്സേഴ്സും ഉപയോഗിച്ചിട്ടാണ് ഹോർമസിസ് നടക്കുന്നത്. ഹോമിയോപ്പതിയിൽ നമ്മൾ ഡൈനാമിക് സ്ട്രെസ്സേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്സസ് ആണ് പ്രെഡോമിനന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ടു അച്ചീവ് ഹോർമസിസ് ഇൻ ഹോമിയോപ്പതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബന്ധുത്വം നോക്കാം. ഹോമിയോപ്പതിയും ഫങ്ഷണൽ മെഡിസിനും എങ്ങനെയാണ്? കസിൻസ് ആണോ, കൂട്ടുകാരാണോ, ശത്രുക്കളാണോ, ബന്ധുക്കളാണോ, ശത്രുക്കളാണോ? നമ്മൾക്കറിയാം ഹോർമസിസ് യഥാർത്ഥത്തിൽ ചെറിയ ഡോസ് രോഗം മാറ്റുമെന്നും വലിയ ഡോസ് രോഗം ഉണ്ടാക്കുമെന്നും ഉള്ള ഒരു സത്യം നമ്മൾക്കറിയാം. നമ്മുടെ ആൻഷോർട്സ് റൂളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് ഹോമിയോപ്പതിയാണ് ഹോർമസിസ് എന്ന ഒരു സയൻസിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയതും ഏറ്റവും കൂടുതൽ അതിനെ പോപ്പുലറൈസ് ചെയ്തതും അതിന്റെ പ്രയോക്താക്കളും വക്താക്കളായിരിക്കുന്നു. ഇന്ന് ഹോർമസിസിന്റെ പലതരം മാനങ്ങളിലൂടെ അതിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫങ്ഷൻ മെഡിസിൻ എന്ന ഡിസിപ്ലിൻ. ഇവിടെ
അതുപോലെ പേഴ്സണലൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിലും പേഴ്സണലൈസേഷൻ വളരെ പ്രസക്തമാണ്. ഹോമിയോപ്പതിയിലും ഫങ്ഷനിലും റൂട്ട് കോസ്, നമ്മളും അവരും റൂട്ട് കോസ് വളരെ പ്രാധാന്യത്തോടെ കാണുന്ന കാര്യങ്ങളാണ്. പിന്നെ രോഗകാരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇൻഡിസ്പൊസിഷൻ മുതൽ എക്സൈറ്റിംഗ് കോസ്, അവരെ ട്രിഗറിംഗ് കോസസ് എന്ന് പറയും, മെയിൻറ്റെയിൻ കോസിന് അവരെ പെർപെച്വേറ്റിംഗ് കോസസ് എന്ന് പറയും. ഇങ്ങനെ നമ്മളും അവരും കാര്യകാരണ രോഗകാരണ സിദ്ധാന്തങ്ങളടക്കം വളരെ അടുത്ത സമീപനങ്ങൾ പുലർത്തുന്ന ആളുകളാണ്. നമ്മളും അവരും ഹോളിസ്റ്റിക് സമീപനങ്ങൾ പുലർത്തുന്ന ആളുകളാണ്. ജീവിതശൈലിയെ വലിയ രീതിയിൽ ഫങ്ഷണൽ മെഡിസിൻ കാണുന്നു. അവിടെ നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നുവെങ്കിലും ക്ലിനിക്കലി നമ്മൾ ആ ഏരിയയിൽ അവധാനതയും അലംഭാവവും കാണിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഓൾട്ടർനേഷൻ ഓഫ് ഡിസീസ് നമ്മൾ പറയാറുള്ള, ഹോമിയോപ്പതിയിൽ പറയാറുള്ള ഒരു വലിയ കാര്യമാണ്. ചെസ്റ്റ് കംപ്ലൈൻസ് ജോയിന്റിലേക്ക് പോകുന്നു, സ്കിന്നിൽ നിന്ന് ചെസ്റ്റിലേക്ക് പോകുന്നു. ഇത് ഹോമിയോപ്പതി നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ഫങ്ഷണൽ മെഡിസിൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ബാഷ് ഫ്ലവർ മെഡിസിൻ യൂസ് ചെയ്യാറുണ്ട്. ഫങ്ഷണൽ മെഡിസിൻ ബാഷ് ഫ്ലവറും എസെൻഷ്യൽ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. ടിഷ്യൂ സോൾട്സ്, നമ്മൾ ടിഷ്യൂ സോൾട്സ് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടിഷ്യൂ സോൾട്സ് ഉപയോഗിക്കുന്നത് പോലെയാണ് ഇന്ന് പല അലോപ്പതിക്കാര് ടിഷ്യൂ സോൾട്സും അതുപോലെ മിനറൽ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നത്. വൈറ്റമിൻസും മിനറൽസും വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. പലരും പരിധി കടന്നിട്ട് അതിതീവ്രമായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. അതിന് നെല്ലും പതിരും കണ്ടെത്താനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ടിഷ്യൂ സോൾട്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാഗ്നീഷ്യം സോൾട്ട്, ഉദാഹരണത്തിന് അതിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഹോർമസിസ് ആണ്. ഹോർമസിസ് എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ മെഡിസിൻസിൽ ഫാസ്റ്റിംഗ്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, ഓട്ടോഫേജി, ഇത് ഹോർമസിസ് അല്ലെങ്കിൽ ഹോർമെറ്റിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓട്ടോഫേജി എന്ന വലിയ ഒരു ബയോളജിക്കൽ ഫിനോമിന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ എക്സസൈസിന്റെ കാര്യത്തിൽ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ എക്സസൈസ് പോലെ എക്സസൈസ് ചെയ്യുമ്പോഴും ഹോർമസിസ് ആണ് നടക്കുന്നത്. റാഡിക്കൽ ടെമ്പറേച്ചർ പ്രോട്ടോകോൾ ഉണ്ട്. ക്രയോതെറാപ്പി പോലുള്ള തെർമൽ പ്രോട്ടോകോൾ പോലുള്ള തെറാപ്പികൾ ചെയ്യുമ്പോഴും ഇതുപോലുള്ള ഹോർമസിസ് ആണ് ബോഡിയിൽ നടക്കുന്നത്. അതായത് ട്രിഗേഴ്സും അതുപോലെ സ്ട്രെസ്സേഴ്സും ബോഡിക്ക് കൊടുക്കുമ്പോൾ ബോഡി അതിൽ നേടുന്ന ശക്തി. നമ്മുടെ മെഡിസിൻസും ആർട്ടിഫിഷ്യൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മുടെ മെഡിസിൻസ്, അല്ലേ? നമ്മുടെ ആർട്ടിഫിഷ്യൽ മോഡിഫിക്കേഷൻസ് എന്താണ് അവിടെ ചെയ്യുന്നത്? സ്ട്രെസ് ആണ് കൊടുക്കുന്നത് ബോഡിക്ക് കൊടുക്കുന്ന സ്ട്രെസ്സിൽ നിന്ന് ബോഡിയുടെ ഇൻഹറന്റ് ഡിസീസ് ഫൈറ്റിംഗ് മെക്കാനിസം ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഹോമിയോപ്പതിയിൽ നിന്ന് പഠിച്ച ഈ ഹോർമെറ്റിക് പ്രിൻസിപ്പിൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഫങ്ഷണൽ മെഡിസിൻ വലിയ അളവിൽ ഉപയോഗിക്കുന്നത്. അത് പല മേഖലയിലും, നമ്മൾ ഫിസിക്കൽ മേഖലയിലാണ് നമ്മൾ ഹോർമെറ്റിക് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫങ്ഷണൽ മെഡിസിൻ എത്തുമ്പോൾ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഹോർമെറ്റിക് ഏജൻസ് ഉപയോഗിക്കുന്നു. വേറൊരു കാര്യം ഓസോൺ തെറാപ്പിയാണ്. ഓസോൺ തെറാപ്പി ഇന്ത്യയിലെ ഓസോൺ ഫോറം ഇന്ത്യ, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോർമെറ്റിക് മൊഡാലിറ്റിയാണ് ഓസോൺ തെറാപ്പി. അത് ബോഡിയിൽ ചെന്ന് അത് തന്നെ ഒരു വലിയൊരു ഒരു പ്രസന്റേഷന് സ്കോപ്പുള്ള ഒരു സാധനമാണ്. ഒരുപാട് ഹോമിയോ ഡോക്ടർമാർ ഇതിന് മുൻനിരയിലുണ്ട്. ഇന്ത്യയിലെ ഓസോൺ ഫോറം ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന തലവൻ അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ഡോക്ടർ മില്ലീഷ, അതുപോലെ അതിന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിഗ്നാഷ പോലുള്ള ആളുകളൊക്കെ ഹോമിയോ ഡോക്ടർമാരാണ്. ഓരോ വർഷവും നൂറുകണക്കിന് അലോപ്പതി ഡോക്ടർമാരടക്കമുള്ള ഡോക്ടർമാർക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്ക് ഓസോൺ തെറാപ്പിയുടെ ട്രെയിനിങ് കൊടുക്കുന്നത് 2 ഹോമിയോ ഡോക്ടർമാർ ആണ് എന്നുള്ളത് കൂടി ഒരു വളരെ രസകരമായ ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ രോഗം ശാന്തി അകത്തു നിന്ന് അല്ലെങ്കിൽ ക്യൂർ ഫ്രം വിത്തിൻ എന്ന കാഴ്ചപ്പാടിൽ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ്. ഈ വിശ്വാസം തന്നെയാണ് അതുപോലെ സൂക്ഷ്മജീവികളെ കുറിച്ച്, ഗട്ട് മൈക്രോബയോമിനെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അവർ മനസ്സിലാക്കുക. 1930കളിൽ നമ്മളെല്ലാവരും നമ്മുടെ കീനോട്ടിന്റെ അവസാനത്തെ കുറച്ച് പേജുകൾ നമ്മൾ വായിക്കാതെ വിടുന്ന കുറച്ച് പേജുകളുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ കീനോട്ടിന്റെ അവസാനത്തില് ബവൽ നോസോസ്, ഈ ബവൽ നോസാണ് അന്വേഷിച്ചിട്ട് ഞാൻ മംഗലാപുരത്തൊക്കെ പോയിരുന്നു, ഇത് കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട്. ബവൽ നോസോഡ്സ് കുറിച്ചുള്ള ആ പേപ്പർ 1930കളിൽ പാറ്റേഴ്സൺ ഫ്രാൻസിലെ പാരീസിലുള്ള ഒരു ഹോമിയോപ്പതി കോൺഫറൻസിൽ അവതരിപ്പിച്ച ഒരു പേപ്പറാണ്. ആ പേപ്പറിൽ അദ്ദേഹം
ഞാൻ അതിന്റെ ഒരു സിനോപ്സിസ് കാണിക്കാം ഇവിടെ. ആ പേപ്പറിൽ അദ്ദേഹം പറയുന്നത് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുക്കുമ്പോൾ ബാക്ടീരിയൽ ഫ്ലോറയിൽ ചേഞ്ചസ് ഉണ്ട്, അതുപോലെ ബോഡിയിലുള്ള കെമിക്കൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ട്, പ്രത്യേകിച്ച് ബവൽ ഫ്ലോറയിൽ. ഉദാഹരണത്തിന് മോർഗൻ എന്ന ഒരു ബാക്ടീരിയയുടെ സ്ട്രെയിൻ ുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ സൾഫർ കാർബൺ പോലുള്ള പ്രിൻസിപ്പൽ എലമെന്റ് ആണ് അവിടെ മാറുന്നത്. ലൈക്കോപോഡിയം ലാക്കസിസ് സൾഫർ പോലുള്ള മരുന്നുകൾ കൊടുത്താൽ ഈ ഗട്ടിലുള്ള മൈക്രോബയോമിൽ ചേഞ്ചസ് വരുന്നു. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ട്രീറ്റ്മെന്റിനെ എൻഹാൻസ് ചെയ്യാൻ ഒരു ബവൽ നോസോഡ് കൊടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതുപോലെ പ്രോട്ടിയസ് അല്ലെങ്കിൽ ബാസിലസ് നമ്പർ 7, അതുപോലെ ഗാർഡനർ, ഇത്തരം മരുന്നുകളൊക്കെ ബയോൾമോസോൾസുകൾ അതിന്റെ സിസ്റ്റർ റെമഡീസ് ആയിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിന്റെ കൂടെ പെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ ഈ വിഷയത്തിൽ എന്നെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവരുണ്ടാവാം, ബവൽ നോസോൾസ് വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവാം. ഞാനിത് അടുത്ത കാലത്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിൽ കൃത്യമായ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഞാനത് വളരെ തുടക്കക്കാരനാണ് എന്നുകൂടി സമ്മതിച്ചു കൊള്ളുന്നു. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും കൂടുതൽ പഠിക്കുകയും കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആധുനിക ശാസ്ത്രം ആ മേഖലയിൽ ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഗട്ട് മൈക്രോബയോമിനെ കുറിച്ചുള്ള അറിവുകൾ, കാഴ്ചപ്പാടുകൾ, ശാസ്ത്രങ്ങൾ വളരെ വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ മൈക്രോബയോം ഫ്ലോറയിലുള്ള റിഫ്ലക്ഷൻസ് ആൻഡ് എഫക്റ്റിനെ കുറിച്ചുള്ള ഒരു പുതിയ ഡയറക്ഷനിലേക്കുള്ള അന്വേഷണവും ഗവേഷണവും നമ്മൾക്ക് തുടങ്ങേണ്ട ഒരു കാലം കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് റോബർട്ട് കോച്ചിനെ കുറിച്ച് പറയാറുണ്ട്, ഹാൻഡ് സാനിറ്റൈസേഷനെ കുറിച്ച്, ഇഗ്നാസ് സിമ്മവേലിനെ കുറിച്ചുള്ള രസകരമായ കഥകളുണ്ട്. എന്നാൽ സിമ്മവേൽസിന് 20 വർഷം മുമ്പ്, അതുപോലെ റോബർട്ട് കോച്ചിന് 50 വർഷം മുമ്പ് ബാക്ടീരിയയെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾക്ക് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ് ഡോക്ടർ ഹാനിമാൻ. അദ്ദേഹം ഏഷ്യാറ്റിക് കോളറയെ കുറിച്ച് പറഞ്ഞപ്പോൾ ബാക്ടീരിയയുടെ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ ഹാനിമാൻ തന്നെ അതൊരു സ്കാവെഞ്ചർ ആണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കെന്റും അതുപോലെ ബാക്ടീരിയയെ കുറിച്ച് കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ എന്നെക്കാളും ധാരണയുള്ള ആളുകളാണ് ഇരിക്കുന്നത് എനിക്ക് അറിയാം. ഇതിൽ വേറൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂ സോൾസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ടിഷ്യൂ സോൾസിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റ്സ് ആൻഡ് മിനറൽസ് ഇന്ന് ആധുനിക ലോകത്ത് മനുഷ്യന്റെ രോഗത്തിന്റെ പ്രയാസങ്ങളുടെ ഏറ്റവും വലിയൊരു ഏരിയ എന്ന് പറയുന്നത് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ആണ്. പ്രത്യേകിച്ച് മിനറൽ ആൻഡ് വൈറ്റമിൻ ഇംബാലൻസ്. ഈ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡൈനാമിക് കറക്ഷന്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ, വളരെ പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാവുന്ന ഒരു ഏരിയയാണ്. നമ്മൾ മാക്ഫോ 6X നമ്മൾ ചൂടുവെള്ളത്തിൽ കൊടുക്കാറുണ്ട്. മഗ്നീഷ്യം സോൾട്ടുകൾ ഫങ്ഷണൽ മെഡിസിനിൽ യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാനടക്കമുള്ള ചില ആളുകൾ മഗ്നീഷ്യം സിട്രേറ്റും ഗ്ലൈസിനേറ്റും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടെ കൊടുക്കുന്നത് മാക്ഫോ 6X ആണ്. ആൻഡ് വി ആർ ട്രൈയിങ് ടു സീ ദ ഡിഫറൻസസ് നൗ. അതിനെക്കുറിച്ചുള്ള കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. ബട്ട് വി ആർ ട്രൈയിങ് ടു അനലൈസ് ദ റിസൾട്ട് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. അതുപോലെ കാൽഷ്യം സോൾട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ട്രൈബേസിക് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അതുപോലെ കാൽഷ്യം സിട്രേറ്റും മറ്റ് ഒരുപാട് കാൽഷ്യം മോളിക്യൂൾസ് ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടർമാർ കൊടുക്കുമ്പോൾ നമ്മൾ കാൽഷ്യം ഫോസും കാൽഷ്യം സൾഫ് പോലുള്ള കാൽഷ്യം മോളിക്യൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനി നമ്മൾ കൃത്യമായ മെത്തോഡിക്കലായ അന്വേഷണത്തിലൂടെ നമ്മൾക്ക് ഡോക്ടറുടെ നെറ്റ് വീക്കാണ്, അതുകൊണ്ടാണ്. ഔട്ടായി പോയോ ഡോക്ടർ? ആയതാണ് കുറച്ചു നേരമായിട്ട് നെറ്റ് വീക്കായിരുന്നു. ഇപ്പൊ കയറും, ജോയിൻ ചെയ്യും. ഏകദേശം കഴിയാറായി.
ചർച്ചയിലോട്ട് തൽക്കാലം പൊക്കോളൂ. നേരത്തേക്ക് നമുക്ക് ഓക്കെ. ഡോക്ടർ ക്ലാസ് എന്തായാലും നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നതിനിടയിൽ ഡോക്ടറുടെ നെറ്റ് വീക്കായി പോയി, ഡോക്ടർ ഔട്ടായി പോയി. എന്തായാലും ഡോക്ടർ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി ഓരോരുത്തരായി ഹാൻഡ് റൈസ് ചെയ്യുക. കുറുപ്പ് സാറ്, നമ്മുടെ ശ്രീധര കുറുപ്പ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ സംസാരിച്ചു. ഏതായാലും ഡോക്ടറുടെ ഈ പുതിയ ആശയം വളരെ നന്നായിരുന്നു. പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. അതായത് ഇതിനെ ഒരു താരതമ്യ പഠനം എന്നുള്ള രീതിയിൽ നമുക്ക് വളരെയധികം വിലയിരുത്താം. വളരെയധികം നന്നായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. അവരുടെ പേര് ഞാൻ മറന്നുപോയി. നജീബ്, ഡോക്ടർ നജീബ്. ഡോക്ടർ നജീബിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. വളരെയധികം ഫലപ്രദവും വളരെയധികം താരതമ്യം ചെയ്യാവുന്നതുമായ ഒരു ക്ലാസ്സാണ്. എല്ലാം കൊണ്ടും നന്നായിരുന്നു. ഇത്രയും പറയുന്നു. വേറുള്ളവരൂടെ പറയട്ടെ. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ ശ്രീധര കുറുപ്പ് സാറേ. അടുത്ത നമ്മുടെ രാജേശ്വരി ഡോക്ടറിലേക്ക് വരാൻ ഉടനെ ഡോക്ടർ പ്രവീൺ സാർ എന്തോ ഒരു ഡേറ്റ് ഇടയ്ക്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടല്ലോ. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടർ പ്രവീൺ. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശരി, ഓക്കെ സാറ് പ്ലീസ് അൺമ്യൂട്ട്. 1928 ഭവൽനോസോട് പാറ്റേൺസ്. 1928. അപ്പൊ സാർ അല്ലെ നജീബ് ഡോക്ടർ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഡോക്ടർ 30 എന്നാ പറഞ്ഞത്. ഓക്കെ. ഒരു ഡേറ്റ് അപ്പോഴെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴെ ഇന്ററപ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച്. ഓക്കെ. ഭവൽനോസോട് ഉപയോഗിക്കുന്ന ഡോക്ടറാണോ? ഭവൽനോസോട് സ്റ്റഡി ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ. അതെ. കുസാറ്റിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഭവൽനോസോ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് IFPSൽ 6-ാം തീയതി 7-ാം തീയതി. ആരുടെയാണ്? ഡോക്ടർ ബേബി ചക്രവാണിയുടെ. ഓക്കെ. സാർ പറഞ്ഞു കഴിഞ്ഞോ? ഡോക്ടർ അഹമ്മദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹോമിയോപ്പതിയുടെ എന്താ പറയാ, ചിറക് വിടർത്തി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഫങ്ഷണൽ മെഡിസിനുമായിട്ട് ചേർന്ന് നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ്. റിഡക്ഷണലിസ്റ്റിക് ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒരു പ്രത്യേക ഭാഗത്ത് ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ ചികിത്സിച്ചാൽ രോഗി സുഖപ്പെടും എന്നുള്ള മിഥ്യാധാരണയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സമയമായി. രോഗിയെ കാണുമ്പോൾ രോഗി ആരാണ്, രോഗി എവിടെ നിന്ന് വന്നു, ഇങ്ങനെയുള്ള വളരെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫങ്ഷണൽ മെഡിസിൻ. നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഫങ്ഷണൽ മെഡിസിൻ ഉണ്ട്. നജീബ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. നജീബ് ഡോക്ടർ ഭവൽനോസോഡ്സ് ഫസ്റ്റ് തുടങ്ങിയത് 1930-ലാണെന്ന് പറഞ്ഞ് പ്രവീൺ സാറ് പ്രവീൺ ഡോക്ടർ പറഞ്ഞത് 1928-ലാണെന്ന്. ചെറിയൊരു പ്രോബ്ലം. ബാക്കി ഒന്നുകൂടെ ഒന്ന് പറയുക സാറ്, സാറിന്റെ ബാക്കി. നജീബ് ഡോക്ടർ കേട്ടിട്ടില്ല. നമ്മള് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച ഇതേ ദിവസം തന്നെ വെക്കാം. ഡോക്ടറുടെ സൗകര്യമാണെങ്കിൽ ഇതേ ദിവസം തന്നെ വെക്കാം. എന്തായാലും പോവാം. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വ്യാഴാഴ്ച വെക്കാവുന്നതാണ്. ഓക്കെ. പ്രവീൺ ഡോക്ടറെ കമന്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഡോക്ടർ പ്രവീൺ ഡോക്ടർ പ്ലീസ്. അല്ല ഡോക്ടർ, ഇത്രയേ ഉള്ളൂ. അത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1928-ലാണ് അതിന്റെ തുടക്കം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ തുടക്കം എന്നല്ല, 30-കളിലുള്ള ഒരു ഞാൻ വായിച്ചത്, ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞതാണ്. ആ പേപ്പർ പ്രസന്റ് ചെയ്ത് 30s, ആ പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനു മുമ്പേ നോസോഡ്സ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം. ആ പേപ്പർ പ്രസന്റ് ചെയ്തത് 1930-ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ അതും തെറ്റായിരിക്കാം. വിശദാംശങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ട് ഉണ്ടാവാം. 2 വർഷത്തിൽ ബാക്കി കാര്യങ്ങളിലേക്ക് പോട്ടെ നമ്മള്. 2 വർഷത്തിൽ. അതെ. താങ്ക് യു സോ മച്ച് ഫോർ പോയിന്റിങ് ദാറ്റ് ഔട്ട്. എനിക്ക് കൂടുതൽ പഠിക്കണം എന്ന് നിങ്ങളുടെ പോലുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒരു ഏരിയ ആണത്. സാർ ഇപ്പൊ പറഞ്ഞത് കുസാറ്റില് ഇതിനെ കുറിച്ച് ഭവൽനോസോഡ്സിനെ കുറിച്ച് റിസർച്ച് നടക്കുന്നുണ്ടെന്നാണ്. ഓ സൂപ്പർ.
സാർ അതൊന്നുകൂടെ ഒന്ന് പറയൂ. അതാണ് ഒന്ന് ഞാൻ പറയാമോ? ഞാനൊരു 5 മിനിറ്റായിട്ട് എനിക്ക് ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്നും കേട്ടിട്ടില്ല. ഓക്കെ. സൈറ്റിൽ നമ്മള് 3 മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്. സൈക്കോട്ടിക്കോ, ആ മോർഗൻ ബാച്ച്, മോർഗൻ? മോർഗൻ പ്യൂർ, മോർഗൻ ഗാർഡൻ 3 മെഡിസിൻസ് കൊടുത്തു. അപ്പൊ അത് ഉണ്ടാക്കുന്ന ചേഞ്ച് അത് ടെസ്റ്റ് ട്യൂബിലുള്ള പഠനം അതിന്റെ പരിമിതികൾ ഉണ്ടാവും. അതെ, തീർച്ചയായും. കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ആ പഠനത്തിന്റെ തുടക്കമിടാൻ നമ്മൾ സഹായിച്ച വ്യക്തിയാണ് ഡോക്ടർ ബേബി ചക്രവാണി. അദ്ദേഹം ഈ 6-7 തീയതികളിൽ നമ്മുടെ വെബിനാറിൽ വരുന്നുണ്ട്. ഓ, തീർച്ചയായിട്ടും ഞാനത് കേൾക്കാൻ. 6-7 അല്ലേ? അതെ, ഇതേ സമയം തന്നെ. ഓക്കെ 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 ഓക്കെ. വളരെ സന്തോഷം സാറ് ഒന്നുകൂടെ പറഞ്ഞതില്. ഇനി നമുക്ക് അടുത്ത ആളിനെ വിളിക്കാം. ഡോക്ടർ രാജേശ്വരി. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നമസ്കാരം, ഞാൻ ഡോക്ടർ ദേവരാജ്. രാജേശ്വരി ദേവൻ ഡോക്ടറാണ്, ക്ഷമിക്കുക. ക്ഷമിക്കണ്ട, ഒരു ക്ഷമയുടെ പ്രശ്നമില്ല. ഞാൻ തുടക്കം തൊട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് താമസിച്ചു പോയായിരുന്നു. എന്തായാലും വളരെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഹോമിയോപ്പതിയിൽ ഇത്തരം ഒരു സമീപനം. തീർച്ചയായിട്ടും അത് വില്യം ബേർഡിന്റെ കാലഘട്ടം തൊട്ട് തന്നെ ഇമാനോമീറ്റർ എന്ന് പറയുന്ന ശാസ്ത്രീയ ഒരു സമീപനത്തിലേക്കുള്ള ഒരു ശ്രമം ഹോമിയോപ്പതിയിൽ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്ക് അത് എവിടെയോ വെച്ചൊക്കെ നിലച്ചുപോയി. എന്തായാലും ഇപ്പൊ ഇങ്ങനെയുള്ള പഠനങ്ങൾ നടക്കുന്നു എന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ ഇനിയും വന്ന് ഇത്തരം കാര്യങ്ങൾ കുറച്ച് അദ്ദേഹത്തിന്റെ അറിവുകൾ ഇവിടെ പങ്കുവെക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അത്രമാത്രം. ഓക്കെ ദേവൻ ഡോക്ടറെ. അടുത്തത് സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലീം കുമാർ ഡോക്ടറെ പറഞ്ഞു. നജീബ് ഡോക്ടറെ, ഈ ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ളൊരു വാക്കല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതിനെക്കുറിച്ച് ചെറിയതായിട്ട് ഒരു അറിവ് കിട്ടിയതിൽ നന്ദി, സന്തോഷം. ഞാൻ പറയുന്നത്, ഡോക്ടർ കേൾക്കാല്ലേ? കേൾക്കുന്നുണ്ട്. എല്ലാവരും എന്റെ ദീർഘനാളായ ഒരു 10-20 വർഷങ്ങളായ ഒരു സ്വപ്നമുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടറോട് പറയാൻ പറ്റിയ ആളെന്ന്. അതായത് ഈ ഫങ്ഷണൽ മെഡിസിനിൽ അതിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഇന്ന് ഹോമിയോപ്പതിക്ക് ഒരുപാട് ഈ എമർജൻസികളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ വഴിയുണ്ട്, എറിയാൻ പറ്റുന്നില്ല. അലോപ്പതിക്ക് എമർജൻസിയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കാണ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു വിഷയം. ഇപ്പൊ ഒരാൾ തലയ്ക്ക് പരിക്കുള്ള മെഡിസിൻ കൊണ്ടുകൊണ്ട് അവരെ രക്ഷിക്കാൻ പോകും. അപ്പൊ നാളെ ഒരു മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ഒരു എമർജൻസി ആയിട്ടുള്ള കേസിൽ നമ്മൾക്ക് 2 ഡ്രോപ്പ് അർണിക്ക അവന്റെ വായിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാന്താരിസ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്നത്തെ ഡെത്ത് റേറ്റ് നമുക്ക് കുറെ അധികം കുറക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ മാസങ്ങളോളം കോമ അതിൽ കിടക്കുന്ന ആളുകളെ നമുക്ക് 1 ഡ്രോപ്പ് മരുന്നുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊക്കെ നമ്മുടെ മുമ്പിൽ വാതിലുകൾ അടഞ്ഞിടക്കുകയാണ്. അപ്പൊ ഈ ഫങ്ഷണൽ മെഡിസിനിലൂടെയെങ്കിലും അതിനൊരു പോസിബിലിറ്റി ഉണ്ടാകുമോ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചിന്തയാണ് ഡോക്ടർ സലീം ഇവിടെ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന് പാരഡൈം മാറുകയാണ്. പാരഡൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്രോണിക് ഡിസീസസ്, എസ്പെഷ്യലി ക്യാൻസർ രോഗത്തിൽ നമ്മൾ ഹോമിയോപ്പതി തന്നെ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. ഫങ്ഷണൽ മെഡിസിൻ അതിൽ വളരെ വലിയ വിജയം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ക്യാൻസർ അതിന്റെ ആദ്യത്തെ ഘട്ടം മുതൽ അവസാനത്തെ ഘട്ടം വരെയുള്ള ഏത് ഘട്ടത്തിലായാലും ഏതൊരു കീമോതെറാപ്പിക് ഏജന്റിനേക്കാളും ശക്തമായ ഇടപെടലുകൾ ക്യാൻസർ രോഗത്തിൽ ഫങ്ഷണൽ മെഡിസിന്റെ ന്യൂട്രിജിനോമിക് തെറാപ്പി ഉപയോഗിച്ചിട്ട് കീമോതെറാപ്പിക് ഏജന്റുകളെക്കാൾ സ്പെസിഫിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് ഈ മരുന്നുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഹോമിയോപ്പതിയുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ അഡ്മിനിസ്ട്രേഷൻ, ആ പാരന്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോമിയോപ്പതി നമ്മൾ വായിലൂടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന ഒരു ധാരണയിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇസ്കഡോർ തെറാപ്പി ഹോമിയോപ്പതി ഡോക്ടർമാർ മാത്രം ചെയ്തിരുന്ന ഹോമിയോപ്പതിക് മരുന്നായ ഒരു നമ്മുടെ ഇസ്കഡോർ തെറാപ്പി യൂസ് ചെയ്യുന്ന സാധനം ഒരു മരുന്നുണ്ടല്ലോ നമ്മുടെ മിസിൽറ്റോ എന്ന സാധനം. ആ സംഭവം
യൂറോപ്പിൽ വളരെ കാലമായി വളരെ വിജയകരമായി ക്യാൻസർ ട്രീറ്റ്മെന്റിൽ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, വളരെ വിജയകരമായിട്ട്. പക്ഷെ അത് അഡ്മിനിസ്ട്രേഷൻ ഇഞ്ചക്ഷൻ വഴിയാണ്. നമ്മൾ ഹോമിയോ ഡോക്ടർമാരൊക്കെ സർജൻസ് ആണ്, ബാച്ചുലർ ഇൻ ഹോമിയോപ്പത്തിക് മെഡിസിൻ ആൻഡ് സർജറി. നമ്മൾ ഈ സൂചി കാണുമ്പോൾ കൈവിറക്കും. നമ്മൾ എന്തോ നിഷിദ്ധമാണ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു സാധനമാണ്. ഇന്ന് അലോപ്പതി ഡോക്ടർമാർക്ക് ഓസോൺ ഇഞ്ചക്ഷൻ വെക്കാൻ, ഓസോൺ നീഡിൽസ് പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന 2 ഹോമിയോ ഡോക്ടർമാരാണ് ലോകത്ത്, ഈ ഇന്ത്യയിൽ. ഞാൻ ഒരുപാട് സെഷൻസ് ഞാൻ കണ്ട അവരുടെ. ഞാൻ ഇവരുടെയും ജർമ്മനിയിലുള്ള ചില ഡോക്ടർമാരുടെയൊക്കെ സെഷൻ, ദുബായിലുള്ള പല ഹോമിയോ ഡോക്ടർമാരും ജർമ്മനിയിൽ ഡോക്ടറുടെ ഹോമിയോ സെഷൻ അറ്റൻഡ് ചെയ്തവരാണ്. 30ഓളം പേര് ഹോമിയോ ഡോക്ടർമാർ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് 10 വർഷം മുമ്പ്. ഈ അടുത്ത കാലത്ത് ഞാൻ ബോംബെയിലുള്ള ഈ പറയുന്ന, അപ്പം അവിടെയൊക്കെ നമ്മൾ ചില കാര്യങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ച് പുറത്തു വെച്ചിരിക്കുകയാണ്. അതിന്റെ ലോജിക്ക് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. നമ്മുടെ മരുന്ന് തന്നെ ഏതൊക്കെ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് അന്വേഷിക്കാനുള്ള സമയം കൂടിയാണ്. ഇപ്പം ഈ മിസിൽറ്റോ എന്ന് പറയുന്ന സാധനം ഇന്ന് ബോംബെയിൽ ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ഈ ഹോമിയോ മരുന്ന് അവരുപയോഗിക്കുന്നുണ്ട്. അലോപ്പതി ഡോക്ടർമാരാണ്. നമ്മൾക്ക് അത് കേട്ടിട്ടുണ്ടോന്ന് പോലും അറിയില്ല. ഇത് ഹോമിയോ മരുന്നാണെന്നാണ് അതിന്റെ ലേബിൾ. അതിന്റെ പ്രയോക്താക്കൾ യൂറോപ്പിലുള്ള ഹോമിയോ ഡോക്ടർമാരായിരുന്നു. അപ്പം എമർജൻസി മെഡിസിൻ ഇതുപോലെ തന്നെ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഗുഹയിൽ നിന്ന് പുറത്ത് കിടക്കാൻ തയ്യാറാണ്. ഞാൻ ഗുഹയുടെ കഥ പറഞ്ഞപ്പോൾ അലോപ്പതിയുടെ കഥയാണ് പറഞ്ഞത്. പക്ഷെ ഒരു പരിധിവരെ നമ്മളെല്ലാവരും ഗുഹക്കകത്ത് തന്നെയാണ്. നമ്മൾ പുറത്ത് വന്നേ പറ്റൂ. കാരണം വളരെ മനോഹരമായ ഒരു വെളിച്ചം, ഒരു ശാസ്ത്രം, ശക്തമായ ഒരു ഫിലോസഫി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഉപകരണങ്ങളും പ്രയോറിറ്റികളും കാഴ്ചപ്പാടുകളിലൊക്കെ ഒരുപാട് മാറ്റം ആവശ്യമാണ്. ആധുനിക ലോകത്തോട് സംവദിക്കാനുള്ള ഭാഷയും വ്യാകരണവും നമുക്ക് വേണം. ഡോക്ടർ സലീം. ഓക്കെ, അടുത്തത് ഹ്യൂബർട്ട് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഹലോ ഡോക്ടർ, നല്ല ക്ലാസ് ആയിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാം ഡോക്ടർ, ഞാൻ 86 ഞാൻ പാസ് ഔട്ട് ആവുന്ന സമയത്ത് ബഹോളയുടെ അക്കാലത്ത് ബഹോളയുടെ എല്ലാ ഹോമിയോ മരുന്നുകളും ഇഞ്ചക്ഷനായിട്ട് കിട്ടുമായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ഇഞ്ചക്ഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് ഹോമിയോ മരുന്നെല്ലാം ഇഞ്ചക്ഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം അവിടെ ഉള്ള പരിസരത്തുള്ള പല ഡോക്ടറല്ല, ഒരു പ്രമുഖനായ ഒരു ഡോക്ടർ എന്നെക്കുറിച്ച് ഭയങ്കര അപവാദം പറഞ്ഞു വരുത്തി ഞാൻ കംപ്ലീറ്റ് അലോപ്പതി മരുന്നാണ് ഉപയോഗിക്കുന്നത്. അന്ന് വളരെ ഇപ്പോഴും കിട്ടുമെന്ന് തോന്നുന്നു. ഓൾ പെയിൻ, Q3, അങ്ങനെ ഒരുപാട്. പിന്നെ ആർണിക്കൊക്കെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് മറ്റേ ഈ ഡിസ്റ്റിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഞാൻ അപ്പോഴും തന്നെ സീരിയസ് ആയിട്ടുള്ള കേസുകളിലൊക്കെ അടിക്കുമായിരുന്നു. അപ്പോഴപ്പോഴും തന്നെ മാറും. സെക്കൻഡുകൾക്കകത്ത് തന്നെ വേദനയൊക്കെ മാറുമായിരുന്നു. പനിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുത്ത് തീർന്ന് അപ്പം തന്നെ 5 മിനിറ്റിനകത്ത് തന്നെ അവർ പറയുന്നത് നല്ല സുഖമായിരുന്നു. അത്ര എഫക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ എനിക്ക് ചീത്തപ്പേര് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞാനായിട്ട് അതിൽ നിന്ന് മാറിയതാണ്. ആണല്ലേ? ഒരു പുതിയ അറിവാണ് ഡോക്ടറെ. താങ്ക് യു സോ മച്ച്. കാരണം ആ റിസൾട്ട് താങ്കൾ കണ്ടതാണ് അല്ലേ? അതെ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരം ഇതിലേക്ക് തിരിച്ചു പോകാനുള്ള കൂട്ടായ ആലോചനകളും ചിന്തയും ആവശ്യമാണ്. അത്തരം ചിന്തകൾ എൻ്റെ ചെറിയ വാക്കുകളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഞാൻ വളരെ സന്തോഷമുണ്ട് അക്കാര്യത്തില്. സോ ഡോക്ടർ ഈ പറഞ്ഞ ബഹോളയുടെ മരുന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ വെറ്റിനറിയിൽ ഹോമിയോപ്പതി, വെറ്റിനറി ഹോമിയോപ്പതി, എനിക്ക് തോന്നുന്നു ലോകത്ത് ചിലപ്പോ ഹോമിയോപ്പതിയുടെ മരുന്ന് നിർമ്മാണത്തിൽ മനുഷ്യരെക്കാൾ കൂടുതൽ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെറ്റിനറി ഹോമിയോ ആണ്. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ഫ്രാൻസിലുള്ള ബൈറൺ, അവരുടെ മെഡിസിൻ ഡിവിഷനിലെ 60% വെറ്റിനറി ഡിവിഷനാണ്. UAE അടക്കമുള്ള, ദുബായ് അടക്കമുള്ള, എനിക്കറിയാം അബുദാബിയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ ഗവൺമെന്റ് ബേസ്ഡ് വെറ്റിനറി ഹോസ്പിറ്റൽസിലും അതുപോലെ മറ്റു ഹോസ്പിറ്റൽസിലും ഹോമിയോ മരുന്ന്, പ്രത്യേകിച്ച് വെറ്റിനറി ഹോസ്പിറ്റൽസിൽ വലിയ തോതിൽ ഹോമിയോ മരുന്ന് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ എന്റെ അച്ഛൻ ഹോമിയോ ഡോക്ടറായിരുന്നു. അച്ഛൻ എല്ലാ ഇഞ്ചക്ഷനും ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ച ആ രീതിയിൽ എന്റെ ലോകത്തിലെ മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോ നമുക്ക് സമയപരിമിതിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഈ കാര്യങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും വിശദമായി സംസാരിക്കാം. നജീബ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഒരു സസ്പെൻസ് ആണ്. വേറൊരു വ്യക്തിയാണ് നമ്മൾ വിളിക്കുന്നത്. ഡോക്ടറുടെ ക്ലാസ്മേറ്റിനെ തന്നെ വിളിക്കാന്ന് വിചാരിക്കുകയാണ്. ഡോക്ടർ TG മനോജിനെ നജീബ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കും.
നമസ്കാരം നജീബ്. പെട്ടെന്ന് അതുപോലെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു നന്ദി പറയാം എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ക്ലാസ്സിനെ കുറിച്ച് ഇപ്പൊ താങ്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ താങ്കളെ മറ്റുള്ളവർക്ക് പരിചയമില്ലല്ലോ. അതെ അതെ നജീബ് അതെ ഡോക്ടർ എന്തായിരുന്നു എന്ന് ഞാനായിരുന്നു ആദ്യമായിരുന്നു പറയേണ്ടിരുന്നത്. എങ്കിലും അതെ. നജീബ് ഡോക്ടറെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ നന്ദി കൂടി പറയാം. ആഹാ. നജീബ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞ രീതിയിൽ ഹെർബർട്ട് ഡോക്ടർ ഇഞ്ചക്ഷനെ കുറിച്ച് കഴിഞ്ഞപ്പോ ഇഞ്ചക്ഷനെ കുറിച്ച് പഴയ ഡോക്ടർമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്. റെക്ടൽ പ്രൊലാപ്സിനൊക്കെ ഒറ്റ ഇഞ്ചക്ഷൻ പൊടഫലം കൊടുത്തതിന് ശേഷം പ്രൊലാപ്സ് നിന്നിട്ടുണ്ട് അത്രേ. അപ്പൊ അങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു ഡോക്ടറുടെ നമ്മുടെ കോഴിക്കോട് ഹോമിയോ കോളേജിലെ ആദ്യ പ്രിൻസിപ്പളായിരുന്ന ആ ഡോക്ടറുടെ ഇടപെടലുകൾ കൊണ്ടാണ് നമുക്ക് സർജറിയും നമ്മുടെ ഇഞ്ചക്ഷനൊക്കെ ഇല്ലാതെ ആയെന്നുള്ള കാര്യവും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പൊ അതൊക്കെ വിടും. അപ്പൊ ഡോക്ടർ നജീബിന് നന്ദി പറയുക എന്നുള്ളതാണ്. ഡോക്ടർ നജീബിന് സാറിന് ഒരു മൾട്ടി ടാലന്റഡ് വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന് ഞാൻ ഒരിക്കൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് വളരെ കൂടുതലുള്ള ഒരു മനുഷ്യനാണ്. ഇന്നിപ്പോ നിങ്ങളുടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പോലെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോ ഇതേ രീതിയിൽ ഇദ്ദേഹത്തിന് 3 ഭാഷയിൽ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് IFPH നെ കുറിച്ച് ഡോക്ടർക്ക് എത്രത്തോളം ധാരണയുണ്ടെന്ന് അറിയില്ല. IFPH നമുക്ക് ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ സെഷൻസ് നടക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ ഡോക്ടറുടെ ഈ ആശയം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിന് ഉപയുക്തമാവുകയാണെങ്കിൽ ഡോക്ടർ ഇതേ ക്ലാസ്സുകൾ തന്നെ നമുക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രസംഗകനും എഴുത്തുകാരനും അതുപോലെ തന്നെ നല്ലൊരു പാട്ടുകാരനും ഒക്കെയാണ് ഡോക്ടർ നജീബ്. എന്തായാലും ഇന്ന് IFPHന്റെ ഈ സ്വീകരണം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നതിനും ഈ നല്ല ആശയങ്ങൾ, അത് കൂടുതൽ മികവുറ്റ ആശയങ്ങൾ, ഞങ്ങൾക്ക് ചിന്തിക്കാവുന്ന ആശയങ്ങളാണ്. അപ്പൊ ഇനിയും ഡോക്ടറുടെ ആ ക്ലാസ്സുകളുടെ ബാക്കി, കാരണം നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുള്ളൂ. ഹോമിയോപ്പതിക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായ ഒരു മാനം നൽകുന്ന ആശയങ്ങളാണ് എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത വരുത്താൻ ഇനിയും ഡോക്ടറെ IFPHലെ ക്ലാസ്സുകൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം ഹോമിയോപ്പതിയുടെ IFPHന്റെ പേരിൽ ഡോക്ടർക്ക് എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. താങ്ക് യു. നന്ദി ഡോക്ടർ TG മനോജ്. നല്ലൊരു സസ്പെൻസ് ആയി ഏതായാലും. അങ്ങനെ എന്തായാലും അതിശയിപ്പിക്കുന്ന ഒരു ക്ലാസ്സും ഹ്യൂബർട്ട് ഡോക്ടർ അതിശയിപ്പിക്കുന്ന ചില കമന്റുകളും എല്ലാം കൊണ്ട് എല്ലാരും ഒന്ന് അന്തം വിട്ടിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ നജീബിനും ഇന്ന് ഈ വേദിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നാളെ നമ്മോടൊപ്പം എത്തുന്നത് ഡോക്ടർ പത്മപ്രിയാണ്. അടുത്ത ആഴ്ച ഡോക്ടറുടെ സൗകര്യമുള്ള വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ നമുക്ക് ഇതിന്റെ 2ാം ഭാഗം ചെയ്യാം. അധികം താമസിയാതെ ഇംഗ്ലീഷിലും ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്തായാലും ഈ സസ്പെൻസ് അവസാനം നന്ദി പറയാൻ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുകയും എല്ലാം അറേഞ്ച് ചെയ്യുകയും ചെയ്ത ഒരാൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അബ്ദുൽ സലാം സാറിന് ഒരു നന്ദി പറയുകയാണ്.